ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സാഹിത്യവേളയിൽ KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതകൾ, മിനി മോഹനൻ അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം KR രാമചന്ദ്രൻ അവതരിപ്പിച്ച അമ്മ എന്ന കവിത കേൾക്കാം. നന്മയാണ് ഉണ്മയാണമ്മ, നന്മയാണ് ഉണ്മയാണമ്മ, ജീവന്റെ അങ്കുരം നാം വിട്ട് തളിരിട്ട് നീരു നൽകി ചോരയും നൽകി ശാഖോപശാഖകളായി മിടിപ്പായി തുടിപ്പായി തകർപ്പായി ഗർഭപാത്രത്തിൽ ചന്ദ്രമാസങ്ങൾ എണ്ണിത്തികച്ച് പൂജാതനായി മാതാവ് ഹർഷപുളകിതയായി. ജീവന്റെ അങ്കുരം നാം വിട്ട് തളിരിട്ട് നീരു നൽകി ചോരയും നൽകി ശാഖോപശാഖകളായി മിടിപ്പായി തുടിപ്പായി തകർപ്പായി ഗർഭപാത്രത്തിൽ ചന്ദ്രമാസങ്ങൾ എണ്ണിത്തികച്ച് പൂജാതനായി മാതാവ് ഹർഷപുളകിതയായി. തേനിൽ പൊന്നുരച്ചു ചാലിച്ച് നാവിലിറ്റിച്ചും മുലഞ്ഞിട്ട് വായിൽ തിരുകി ജീവാമൃതം നൽകിയും മേലാകെ ഉമ്മ വെച്ചുണർത്തിയും പുഞ്ചിരി പൂക്കൾ വിതറിയും നെഞ്ചിലെ ചൂടുപകർന്നും കൺമണിയായി വളർത്തിയതമ്മ. തേനിൽ പൊന്നുരച്ചു ചാലിച്ച് നാവിലിറ്റിച്ചും മുലഞ്ഞിട്ട് വായിൽ തിരുകി ജീവാമൃതം നൽകിയും മേലാകെ ഉമ്മ വെച്ചുണർത്തിയും പുഞ്ചിരിപ്പൂക്കൾ വിതറിയും നെഞ്ചിലെ ചൂടുപകർന്നും കൺമണിയായി വളർത്തിയതമ്മ. ഇങ്കുകുറുക്കിയും പൈമ്പാലു നൽകിയും ഇംഗിതമെല്ലാം സാധിച്ചും അമ്പിളി മാമനെ കാട്ടിക്കൊതിപ്പിച്ച് അമ്മമ്മം ഉരുളയായി തന്നതും മേലാകെ എണ്ണ തേച്ചു കുളിപ്പിച്ച് മേനിയിൽ പൗഡർ വാരി പൂശിയും കണ്ണുകിട്ടാതെ കൺമഷി കൊണ്ട് മറുകുവരച്ചും കണ്ണിമച്ചിമാതെ കാത്തു സൂക്ഷിച്ചതും അമ്മ. ഇങ്കുകുറുക്കിയും പൈമ്പാലു നൽകിയും ഇംഗിതമെല്ലാം സാധിച്ചും അമ്പിളി മാമനെ കാട്ടിക്കൊതിപ്പിച്ച് അമ്മമ്മം ഉരുളയായി തന്നതും മേലാകെ എണ്ണ തേച്ചു കുളിപ്പിച്ച് മേനിയിൽ പൗഡർ വാരി പൂശിയും കണ്ണുകിട്ടാതെ കൺമഷി കൊണ്ട് മറുകു വരച്ചും കണ്ണിമച്ചിമാതെ കാത്തു സൂക്ഷിച്ചതുമമ്മ. ഒക്കത്തിരുത്തി ഒരുപാട് കഥകൾ പറഞ്ഞതും കക്കയേയും പൂച്ചയേയും കാട്ടരുവിയേയും കാട്ടിത്തന്നതും താരിളം തെന്നൽ പോൽ താരാട്ടു പാടിയുറക്കിയതും താളം പിടിച്ചെൻ്റെ താരുണ സ്വപ്നങ്ങൾ കീണം പകർന്നതുമമ്മ. ഒക്കത്തിരുത്തി ഒരുപാട് കഥകൾ പറഞ്ഞതും കാക്കയേയും പൂച്ചയേയും കാട്ടരുവിയേയും കാട്ടിത്തന്നതും താരിളം തെന്നൽ പോൽ താരാട്ടുപാടിയുറക്കിയതും താളം പിടിച്ചെൻ്റെ താരുണ സ്വപ്നങ്ങൾ കീണം പകർന്നതുമമ്മ. ദുരിതപർവങ്ങൾ താണ്ടി കൊടും പട്ടിണിയുടെ താഴ്വാരങ്ങളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ കാനനപാതയിലൂടെ കലങ്ങിമറിഞ്ഞ കണ്ണുനീർ പുഴയിലൂടെ 8 മക്കളെ വളർത്തി വലുതാക്കിയതമ്മ. ദുരിതപർവങ്ങൾ താണ്ടി കൊടും പട്ടിണിയുടെ താഴ്വാരങ്ങളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ
കാനനപാതയിലൂടെ കലങ്ങി മറിഞ്ഞ കണ്ണുനീർപ്പുഴയിലൂടെ 8 മക്കളെ വളർത്തി വലുതാക്കിയതമ്മ. സ്നേഹമാണമ്മ, ത്യാഗമാണമ്മ, വീടിൻ വിളക്കാണമ്മ, നാടിൻ പ്രകാശമാണമ്മ. സ്നേഹമാണമ്മ, ത്യാഗമാണമ്മ, വീടിൻ വിളക്കാണമ്മ, നാടിൻ പ്രകാശമാണന്മ, നന്മയാണുണ്ണയാണമ്മ. കെ ആർ രാമചന്ദ്രൻ അവതരിപ്പിച്ച അമ്മ എന്ന കവിതയെ തുടർന്ന് മിനി മോഹനൻ അവതരിപ്പിച്ച കഥയുടെ പേര് കാലം കേൾക്കാതെ പോയ മൊഴികൾ. ഉച്ചനേരത്ത് മടി പിടിച്ച് കിടന്നുറങ്ങാൻ എന്ത് രസമാണ്. വല്ലപ്പോഴുമൊക്കെ എനിക്കതിന് കഴിയാറുള്ളൂ. കിട്ടുന്ന അവസരം ഞാൻ പാഴാക്കുകയുമില്ല. അങ്ങനെയുള്ള ഉച്ചയുറക്കങ്ങളിൽ പല മഹാരഥന്മാരെയും സ്വപ്നത്തിൽ കാണാനും സംവദിക്കാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കറിയുമോ, ഭഗവാന്മാരെ പോലും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ശനി ഭഗവാനും ശ്രീഗണപതിയും യേശുക്രിസ്തുവും ഗാന്ധിജിയും എന്തിനേറെ സച്ചിൻ ടെണ്ടുൽക്കർ വരെ എൻ്റെ സ്വപ്നങ്ങളിൽ വന്ന ചങ്ങാതിമാരാണ്. ഇന്നലെ ഉച്ചമയക്കത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ തേടിയെത്തി. ആദ്യം ഞാനും ഒന്ന് പകച്ചു. എൻ്റെ നോട്ടം ഒരു ചോദ്യചിഹ്നമായി. എന്നെ അറിയില്ലേ? ഞാനാണ് യശോധര, സിദ്ധാർത്ഥ ഗൗതമൻ്റെ ധർമ്മപത്നി. രാഹുൽ എൻ്റെ ഏക മകൻ. ഓർമ്മകളിൽ പോലും അധികം എത്തിയിട്ടില്ലാത്ത ഈ കഥാപാത്രത്തെ എന്തുകൊണ്ടോ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ആ സാധ്വിയെ സ്നേഹാതിരേകത്താൽ ആലിംഗനം ചെയ്തു. ഭവതി എത്ര ഭാഗ്യശാലിയാണ്. ഭാഗ്യമോ? എനിക്കോ? ഇതിൽ ഏതാണ് ഭാഗ്യമെന്ന് പറയൂ. അബലയായ ഭാര്യയായതോ അതോ ശക്തയായ അമ്മയായതോ? മനസ്സിലായില്ല. നിനക്കറിയില്ലേ, സിദ്ധാർത്ഥ രാജകുമാരൻ്റെ ധർമ്മപത്നിയായിട്ടാണ് ഞാൻ കപിലവസ്തുവിലെ കൊട്ടാരത്തിലെത്തിയത്. എന്നുവെച്ചാൽ നാളത്തെ രാജപത്നിയാകേണ്ടിയിരുന്നവൾ. എല്ലാ ഭാര്യമാരെയും പോലെ ഞാനും ആഗ്രഹിച്ചു ഭർത്തൃസ്നേഹവും പരിലാളനകളും. പക്ഷേ അദ്ദേഹം എന്നിൽ നിന്നും വളരെ ദൂരത്തായിരുന്നു, അടുത്തിരിക്കുമ്പോഴും. നിനക്കറിയുമോ, ആറ്റുനോറ്റിരുന്ന് ഞാൻ എൻ്റെ പൊന്നോമനയ്ക്ക് ജന്മം കൊടുത്തതറിഞ്ഞ് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്? എന്താണ്? രാഹുജാതേ ബന്ധനം ജാതം എന്നുവെച്ചാൽ എന്നെ അദ്ദേഹവുമായി ബന്ധിപ്പിക്കാൻ ഒരു രാഹു പിറന്നെന്ന്. എനിക്ക് പൊട്ടിക്കരയാൻ തോന്നി. എന്നാൽ എൻ്റെ പൊന്നോമനയുടെ ഓമന മുഖം എൻ്റെ മനസ്സിൻ്റെ മഴക്കാറ് നീക്കി. എന്നിലെ മാതൃത്വം മറ്റെന്തിനേക്കാളും ശക്തമാണെന്ന് ഞാൻ അന്നറിഞ്ഞു. ഒരു ദിവസം രാത്രി എന്നെയും മകനെയും കൊട്ടാരവും തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം യാത്രയായി. ഞാനും പുത്രനും കുറ്റമൊന്നും ചെയ്യാതെ അങ്ങനെ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പാത്രമായി. പക്ഷേ അദ്ദേഹം ജീവിതസത്യങ്ങളെ കണ്ടെത്താൻ ധ്യാനത്തിന് പോയതല്ലേ? ബോധോദയം നേടി ശ്രീബുദ്ധനാവാൻ കഴിഞ്ഞില്ലേ? എന്താണ് ഈ ബോധോദയം? ദുഃഖകാരണം എന്തെന്നതോ ദുഃഖമില്ലാതാക്കുന്നത് എങ്ങനെയെന്നോ അതോ അഹിംസയോ? ഇതൊക്കെ ഏതു പാവം മനുഷ്യനും അറിയാം. ഇതറിയാൻ വർഷങ്ങളോളം ബോധിവൃക്ഷ ചുവട്ടിൽ തപസ്സിരിക്കേണ്ട ആവശ്യമെന്ത്? അദ്ദേഹം രാജകുമാരനായതുകൊണ്ടും ദുഃഖമറിയാതെ വളർന്നതുകൊണ്ടും ഇതിനൊക്കെ തപസ് ചെയ്യേണ്ടി വന്നു. ഉത്തരവാദിത്വബോധം തീരെയില്ലാത്ത ഒരു പാവം മനുഷ്യനാണ് എൻ്റെ പതി. സ്വന്തം രാജ്യത്തോടും ധർമ്മപത്നിയോടും പുത്രനോടും ഒക്കെ നീതി പുലർത്താതെ. പക്ഷേ അദ്ദേഹം അസാമാന്യ ഭാഗ്യവാനാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ലോകം മുഴുവൻ ആഘോഷിക്കുകയും പുതിയൊരു മതം തന്നെ ഉദിച്ചുയരുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അദ്ദേഹം കണ്ടെത്തിയതൊക്കെ മുൻപും മറ്റുള്ളവർ പറഞ്ഞിരുന്നു. അന്നതിനെ ഭ്രാന്തെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ യുവരാജാവ് പറഞ്ഞപ്പോൾ ബോധജ്ഞാനമായി. അലസനായ മനുഷ്യൻ്റെ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹമാകില്ലേ? വധശിക്ഷ തന്നെ ലഭിച്ചേക്കാം. പക്ഷേ അവിടുന്ന് പുത്രനോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചതെന്തിനാണ്? പുത്രൻ രാജ്യഭാരം ഏറ്റിരുന്നെങ്കിൽ അമ്മ മഹാറാണിയായി കൊട്ടാരത്തിൽ സസുഖം കഴിയാമായിരുന്നില്ലേ? അമ്മയ്ക്ക് സസുഖം കഴിയാനാവുക മക്കളോടൊപ്പം കഴിയുമ്പോൾ മാത്രമാണ്. പുത്രനും അവൻ്റെ പിതാവും ഉള്ള വഴിയോരമോ മരത്തണലോ എനിക്കും സാമ്രാജ്യതുല്യമായിരുന്നു. ഇത്രയും പറഞ്ഞ് യശോധര തൻ്റെ അതിവിശാലമായ സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങി നടന്നു. വിട്ടുമാറാത്ത അമ്പരപ്പുമായി ഞാൻ എൻ്റെ സ്വപ്ന സാമ്രാജ്യത്തിൽ നിദ്രയുടെ ചിറകിലേക്ക് അങ്ങനെ. കാലം കേൾക്കാതെ പോയ മൊഴികൾ. മിനി മോഹനൻ അവതരിപ്പിച്ച കഥ കേട്ടല്ലോ. ഇനി കെ ആർ രാമചന്ദ്രൻ അവതരിപ്പിച്ച അടുത്ത കവിത കേൾക്കാം. കവിതയുടെ പേര് ഗാസയിൽ. കൂടറ്റ കുഞ്ഞി കിളികളുടെ രോദനം, കൂരമ്പേറ്റു പിടയുന്ന മാൻകിടാങ്ങൾ,
കൂടറ്റ കുഞ്ഞി കിളികളുടെ രോദനം, കൂരമ്പേറ്റു പിടയുന്ന മാൻകിടാങ്ങൾ, ആകാശവിതാനങ്ങളിൽ അലറി വിളിക്കുന്ന അഗ്നികുണ്ഡങ്ങൾ, ആഴക്കടലലകളിൽ തീതുപ്പിയാർത്തു മതിക്കുന്ന വ്യാളികൾ, ആകാശവിതാനങ്ങളിൽ അലറി വിളിക്കുന്ന അഗ്നികുണ്ഡങ്ങൾ, ആഴക്കടലലകളിൽ തീതുപ്പിയാർത്തു മതിക്കുന്ന വ്യാളികൾ, ഉടുവസ്ത്രവുമുരിഞ്ഞ് ചോരയൊലിപ്പിച്ച് ഉയിർ തേടി പലായനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഉടുവസ്ത്രമുരിഞ്ഞ് ചോരയൊലിപ്പിച്ച് ഉയിർ തേടി പലായനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അന്നം തേടി അലയുന്ന അരുമബാല്യങ്ങളുടെ കൺമുന്നിൽ അമ്മ പെങ്ങന്മാരുടെ പിച്ചിച്ചീന്തിയ ശവശരീരങ്ങൾ, അനാഥബാല്യങ്ങൾ അംഗവിഹീനമായി മണലാരണ്യങ്ങളിൽ മുഖം പൂഴ്ത്തിയ ദൈന്യചിത്രങ്ങൾ, അന്നം തേടി അലയുന്ന അരുമബാല്യങ്ങളുടെ കൺമുന്നിൽ അമ്മ പെങ്ങന്മാരുടെ പിച്ചിച്ചീന്തിയ ശവശരീരങ്ങൾ, അനാഥബാല്യങ്ങൾ അംഗവിഹീനമായി മണലാരങ്ങളിൽ മുഖം പൂഴ്ത്തിയ ദൈന്യചിത്രങ്ങൾ, കുടിനീരിനായി കുപ്പി നിൽക്കുന്ന കുഞ്ഞിളം കൈകളിൽ ആസിഡ് മഴകൾ, കുടിനീരിനായി കൂപ്പി നിൽക്കുന്ന കുഞ്ഞിളം കൈകളിൽ ആസിഡ് മഴകൾ, അനാഥാലയങ്ങൾ, ആശുപത്രികൾ, അക്ഷരമുണരുന്ന വിദ്യാലയങ്ങൾ, അഗ്നിക്കിരയായി ചാമ്പലായി സ്വപ്നങ്ങളും, അനാഥാലയങ്ങൾ, ആശുപത്രികൾ, അക്ഷരമുണരുന്ന വിദ്യാലയങ്ങൾ, അഗ്നിക്കിരകയായി ചാമ്പലായി സ്വപ്നങ്ങളും, വട്ടമിട്ടു പറക്കുന്ന സാമ്രാജ്യത്വ കഴുകുകൾ, ആയുധ വിപണന തന്ത്രങ്ങൾ, അരുതേ നിഷാദരേ എന്നുച്ചത്തിൽ ആർത്തു വിളിക്കുവാനാരുണ്ടിവിടെ, ലോകമനസാക്ഷി മരവിച്ചുവോ. വട്ടമിട്ടു പറക്കുന്ന സാമ്രാജ്യത്വ കഴുകുകൾ, ആയുധ വിപണന തന്ത്രങ്ങൾ, അരുതേ നിഷാദരേ എന്നുച്ചത്തിൽ ആർത്തു വിളിക്കുവാനാരുണ്ടിവിടെ, ലോക മനസാക്ഷി മരവിച്ചുവോ. കെ.ആർ. രാമചന്ദ്രൻ അവതരിപ്പിച്ച ഗാസയിൽ എന്ന കവിതയെ തുടർന്ന് മിനി മോഹനൻ അവതരിപ്പിച്ച അടുത്ത കഥ ആകാശം കാണുന്ന വീട്. അച്ഛാ, നമുക്ക് വീട് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ടോയെന്ന് നോക്കണം. എന്താണ് മോളെ? ആകാശം. ആകാശമോ? അതെ അച്ഛാ, ജനാലയിലൂടെ നോക്കിയാൽ എനിക്ക് അനന്ത നീലിമയായി പരന്നു കിടക്കുന്ന ആകാശം കാണണം. നീലാകാശത്ത് പറന്നു നടക്കുന്ന വെള്ളിമേഘങ്ങൾ, രാത്രിയിൽ കണ്ണ് ചിമ്മുന്ന നക്ഷത്രങ്ങൾ, വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന അമ്പിളിമാമൻ ഒക്കെ എനിക്ക് കാണണം. ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നാൽ അപ്പുറത്തെ ഫ്ലാറ്റല്ലേ കാണാനാകുന്നത്? എത്ര നാളായി ഞാൻ ആശിക്കുന്നെന്നോ മനം നിറയെ ആകാശമൊന്ന് കാണാൻ. പൊന്നുമോളുടെ ആഗ്രഹം ഒരു കണക്കിന് നോക്കിയാൽ എത്ര ചെറുതാണ്. അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾ ആഗ്രഹിക്കുന്നതൊന്നും അവൾക്ക് വേണ്ട. ഇത്തിരി ആകാശം കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ. പോളിയോ ബാധിച്ച കാലുകളുമായി ഓടി നടന്ന ആകാശം കാണാൻ അവൾക്കാകില്ല. ചുറ്റുപാടും ധാരാളം കെട്ടിടങ്ങൾ ഉള്ളതുകൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിലിരുന്നാൽ അവൾക്ക് ജനാലയിലൂടെ ഒരു കുഞ്ഞു തുണ്ട് ആകാശമാണ് കാണാനാവുക. സ്കൂളിൽ പോകുന്നതും വരുന്നതും റിക്ഷയിലാണ്. എടുത്തു വേണം റിക്ഷയിലെത്തിക്കാൻ. സ്കൂളിലെത്തിയാലും എടുത്തുകൊണ്ടാണ് ക്ലാസ് മുറിയിലെത്തിക്കുന്നത്. സ്കൂളിലല്ലാതെ അവളെ എവിടെയും കൊണ്ടുപോകാറുമില്ല. മനഃപൂർവ്വമല്ല. അവൾ മറ്റുള്ളവർക്കിടയിൽ ഒരു പരിഹാസപാത്രമായിരിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അവൾക്കും അതൊരു ദുഃഖമാകും. കഴിഞ്ഞ ദിവസമാണ് ഫ്ലാറ്റ് ഉടമ വാടക പുതുക്കാനാവില്ല എന്നറിയിച്ചത്. ഫ്ലാറ്റ് മകളുടെ വിവാഹ സമയത്ത് സ്ത്രീധനമായി കൊടുത്തതാണത്രേ. ഇനി അടുത്ത വാടകക്കാരെ നിശ്ചയിക്കുന്നത് മരുമകനായിരിക്കും. അപ്പോൾ അവർക്കവിടെ താമസിക്കാൻ സാധിച്ചെന്ന് വരില്ല.
ചിലപ്പോൾ അവർ അവിടെ സ്ഥിരതാമസത്തിന് വരാനും സാധ്യതയുണ്ട്. ആകാശം കാണാനാവില്ലെന്നൊഴിച്ചാൽ മറ്റ് സൗകര്യങ്ങളൊക്കെ തൃപ്തികരമായിരുന്നു. മോളെ പ്രസവിച്ചു കഴിഞ്ഞ് നാട്ടിൽ പോയി വന്നത് ഈ ഫ്ലാറ്റിലേക്കായിരുന്നു. 10 വർഷം സ്വന്തം വീട് പോലെ കഴിഞ്ഞു. എന്തായാലും ഇനി 2 മാസം കൂടിയേ കാലാവധിയുള്ളൂ. അത് തീരുന്നതിന് മുന്നേ പുതിയ വീട് കണ്ടുപിടിക്കണം. നാട്ടിലെ സ്വത്ത് ഭാഗം വെച്ചാൽ കിട്ടുന്ന ഷെയർ വിറ്റ് ബാക്കി ലോണും എടുത്ത് പുതിയ വീടൊന്ന് വാങ്ങണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും അനിയനെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഉടനെ എങ്ങും അച്ഛൻ ഭാഗം വയ്ക്കുന്ന ലക്ഷണമില്ലെന്നാണ് അവൻ പറഞ്ഞത്. കയ്യിലുള്ള ചെറിയ സമ്പാദ്യവും ലോണും ചേർത്ത് വീട് വാങ്ങിയേ മതിയാകൂ. മോളെ സ്കൂളിൽ വിടാനുള്ള സൗകര്യവും നോക്കണം. കടൽ പോലെയാണ് ഈ മുംബൈ മഹാനഗരവും. സർവത്ര വെള്ളമെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ. എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ. പക്ഷേ തനിക്ക് താമസിക്കാൻ മാത്രം വീടില്ല. എന്തായാലും ഒരു ഫ്ലാറ്റ് വാങ്ങിയേ മതിയാകൂ. എന്തിനും ഏതിനും കൂട്ടുനിൽക്കാൻ ആകെ ഒരു ചങ്ങാതി മാത്രം. അറിഞ്ഞും കേട്ടും ഓരോരോ സ്ഥലങ്ങളിലേക്ക് അവനാണ് കൊണ്ടുപോകുന്നത്. വീട് നോക്കാൻ പോകുമ്പോഴൊക്കെ മോളുടെ വാക്കുകൾ മനസ്സിൽ മുഴങ്ങും. ആകാശം കാണുന്ന ജനാലകളുള്ള വീട്. ഈ കോൺക്രീറ്റ് വനത്തിൽ അങ്ങനെ ഒന്ന് എവിടെ കണ്ടുപിടിക്കുമെന്നായിരുന്നു ചിന്ത മുഴുവൻ. 1-2 കാണുകയും ചെയ്തു. പക്ഷേ അതൊന്നും വാങ്ങാനുള്ള പണം ഈ ജന്മം മുഴുവൻ ശ്രമിച്ചാലും അയാൾക്കുണ്ടാക്കാനാവില്ല. എങ്കിലും ഓരോ ഫ്ലാറ്റിലും ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് ജനാലകൾ ആകാശത്തേക്ക് മിഴി തുറക്കുന്നു എന്നാണ്. ദിവസങ്ങൾ ഓടി ഓടി കടന്നു പോകുന്നു. വീടൊത്തു കിട്ടിയതുമില്ല. അത്യാവശ്യം സൗകര്യമുള്ളതാകുമ്പോൾ വിലയും ഒത്തുവരുന്നില്ല. അല്ലെങ്കിൽ മോളെ സ്കൂളിൽ വിടാനുള്ള സൗകര്യമുണ്ടാകില്ല. ഇനിയും മുമ്പോട്ട് പോകാനാവില്ല എന്ന് വന്നപ്പോഴാണ് അവസാനം നോക്കിയ ഹൗസിംഗ് കോംപ്ലക്സിലെ ഫ്ലാറ്റ് തന്നെ വാങ്ങാമെന്ന് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചത്. ഹാളും അടുക്കളയും കിടപ്പുമുറിയും ഉള്ള ഒരു കൊച്ചു ഫ്ലാറ്റ്. അടുത്ത് സ്കൂളുള്ളതുകൊണ്ട് മോളെ എടുത്തുകൊണ്ടുപോയാക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ വീട് മാറുന്ന ദിവസം അയാൾ മോളോട് മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ചു. പഴയ വാടക വീട്ടിൽ അവൾക്കൊരു തുണ്ട് ആകാശമെങ്കിലും സ്വന്തമായുണ്ടായിരുന്നു. പുതിയ വീട്ടിൽ അതുപോലുമില്ല. ആകാശം പോലും സ്വന്തമാക്കാൻ സമ്പന്നർക്കേ കഴിയൂ എന്ന തിരിച്ചറിവ് തൻ്റെ പൊന്നുമോൾക്കുണ്ടാകും എന്നയാൾ വെറുതെയെങ്കിലും മോഹിച്ചു. മിനി മോഹനൻ അവതരിപ്പിച്ച ആകാശം കാണുന്ന വീട് എന്ന കഥ കേട്ടല്ലോ. സാഹിത്യവേളയിൽ അവസാനമായി KR രാമചന്ദ്രൻ അവതരിപ്പിച്ച മുടി എന്ന കവിത കേൾക്കാം. പുഷ്പമ്മയുടെ മുടി എന്ന നോവൽ വായിച്ചപ്പോൾ എഴുതിയത്. തമിഴ്നാടിനൂഷരഭൂമിയിൽ വഴിമുട്ടി നിന്ന ജീവിതം കുടിനീരു പോലുമില്ലാതെ കൂനിക്കൂടിയ മനുഷ്യരൂപങ്ങൾ കുമ്പിട്ടും ഇഴഞ്ഞും മേലാളന്മാരുടെ അടിമകൾ. തമിഴ്നാടിനൂഷരഭൂമിയിൽ വഴിമുട്ടി നിന്ന ജീവിതം കുടിനീരു പോലുമില്ലാതെ കൂനിക്കൂടിയ മനുഷ്യരൂപങ്ങൾ കുമ്പിട്ടും ഇഴഞ്ഞും മേലാളന്മാരുടെ അടിമകൾ. വേലയും കൂലിയും വസതിയും വാഗ്ദാനം ചെയ്ത കങ്കാണിമാർ ആട്ടിത്തെളിച്ചീ ജനതയെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ മഞ്ഞണി മാമലകളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക്. വേലയും കൂലിയും വസതിയും വാഗ്ദാനം ചെയ്ത കങ്കാണിമാർ ആട്ടിത്തെളിച്ചീ ജനതയെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ മഞ്ഞണി മാമലകളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക്. കാതങ്ങൾ താണ്ടി നടന്നുമിരുന്നും വിശന്നു വലഞ്ഞും കാൽപാദങ്ങൾ വിണ്ടുകീറി ചോരകിനിഞ്ഞും കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതയിലൂടെ രാപകലുകൾ നടന്നെത്തി മൂന്നാർ മലനിരകളിൽ. കാതങ്ങൾ താണ്ടി നടന്നുമിരുന്നും വിശന്നു വലഞ്ഞും കാൽപാദങ്ങൾ വിണ്ടുകീറി ചോരകിനിഞ്ഞും കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതയിലൂടെ രാപകലുകൾ നടന്നെത്തി മൂന്നാർ മലനിരകളിൽ. കോടമഞ്ഞ് കൊച്ചി വലിക്കുന്ന അസ്ഥി പോലും തുളയ്ക്കുന്ന തണുതണുപ്പ് വന്യജീവികളുടെ ഹുങ്കാരങ്ങൾ കങ്കാണിമാർ
ഭാര്യാഭർത്താക്കന്മാരെ വേർപെടുത്തി കുഞ്ഞുമക്കളും വയോധികരും വരെ തോട്ടവേലയ്ക്കായിറങ്ങി. കോടമഞ്ഞ് കോച്ചി വലിക്കുന്ന അസ്ഥി പോലും തുളയ്ക്കുന്ന തണുപ്പ് വന്യജീവികളുടെ ഹുങ്കാരങ്ങൾ. കങ്കാണിമാർ ഭാര്യാഭർത്താക്കന്മാരെ വേർപെടുത്തി കുഞ്ഞുമക്കളും വയോധികരും വരെ തോട്ടവേലയ്ക്കായിറങ്ങി. പകൽ വെളിച്ചം പതിക്കും മുമ്പേ വേലയ്ക്കിറങ്ങിയാൽ പകലോൻ മറയും വരെ മഞ്ഞും മഴയുമേറ്റ് ആഹാരനിഹാരാദികളില്ലാതെ ചോരയും കണ്ണുനീരുപ്പും ചാലിച്ച് മലനിരകളിൽ പച്ചപ്പട്ടു വിരിച്ചവർ. പകൽ വെളിച്ചം പതിക്കും മുമ്പേ വേലയ്ക്കിറങ്ങിയാൽ പകലോൻ മറയും വരെ മഞ്ഞും മഴയുമേറ്റ് ആഹാരനിഹാരതകളില്ലാതെ ചോരയും കണ്ണുനീരും ചാലിച്ച് മലനിരകളിൽ പച്ചപ്പട്ടു വിരിച്ചവർ. വസൂരി, കോളറ, ടൈഫോയിഡ് മാരകരോഗങ്ങൾ ക്രൂര താണ്ഡവമാടി മണ്ണോടു ചേർന്നു മനുഷ്യക്കൂലങ്ങൾ. ഉരുൾപൊട്ടി മലയാകെ ഇടിഞ്ഞിറങ്ങി ലയങ്ങൾ മനുഷ്യരും ഒലിച്ചുപോയി പെട്ടുമുടി ദുരന്ത ഭൂമിയായി. വസൂരി, കോളറ, ടൈഫോയിഡ് മാരകരോഗങ്ങൾ ക്രൂരതാണ്ഡവമാടി മണ്ണോടു ചേർന്നു മനുഷ്യക്കൂലങ്ങൾ. ഉരുൾപൊട്ടി മലയാകെ ഇടിഞ്ഞിറങ്ങി ലയങ്ങൾ മനുഷ്യരുമൊലിച്ചുപോയി പെട്ടുമിടി ദുരന്തഭൂമിയായി. വളവൻ, കണ്ണമ്മ, ഒട്ടേറെ മനുഷ്യാത്മാക്കൾ മനസ്സിൻ്റെ കോണിൽ വിങ്ങലായി തിങ്ങലായി നീറുമോർമ്മയായി മുടിയിലൂടെ എന്നെന്നും. വളവൻ, കണ്ണമ്മ, ഒട്ടേറെ മനുഷ്യാത്മാക്കൾ മനസ്സിൻ്റെ കോണിൽ വിങ്ങലായി തിങ്ങലായി നീറുമോർമ്മയായി മുടിയിലൂടെ എന്നെന്നും. മിനി മോഹനൻ അവതരിപ്പിച്ച കഥകൾ, KR രാമചന്ദ്രൻ അവതരിപ്പിച്ച കഥ, കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. സാഹിത്യവേള സമാപിക്കുന്നു.